അസ്സലാമലൈക്കും. ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പൈനാപ്പിൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ലൊരു ഡിഷാണ് കേട്ടോ ഇത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1.5 ടീസ്പൂൺ മുളക് പൊടി. നല്ല എരിവും പുളിയൊക്കെ ഉള്ളൊരു റോസ്റ്റാണ്. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി വേണ്ട ആവശ്യത്തിന് ഉപ്പ്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ എല്ലാതും ഒരുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാൻ മൊത്തം പൈനാപ്പിളും ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ എല്ലാ പൈനാപ്പിൾ മുകളിലും നമ്മൾ ഈ മസാലക്കൂട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ഡിഷാണ്. ബിരിയാണിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ ആരും ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്കൊരു സ്റ്റിക്ക് എടുക്കുക. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്യണ മാതിരി ഈ പൈനാപ്പിളിൻ്റെ ഉള്ളിലൂടെ ഈ സ്റ്റിക്കൊന്ന് കയറ്റി കൊടുക്കുക. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതങ്ങനെ പിടിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കണം. ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. 2 വെച്ചിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോന്ന് വെച്ചിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെറിയ പീസുകളാക്കിയിട്ട് ഉണ്ടാക്കുക, വലിയ പീസായിട്ട് ചെയ്യുക, അതൊക്കെ ചെയ്യുക. ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരട്ടെ. ഓയിൽ എല്ലാ ഭാഗത്തെത്തും പോലെ ഒന്ന് പ്രസ് ചെയ്ത് ചുറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളെ കൈയൊന്ന് വെച്ച് നോക്കുക. നമുക്ക് പാൻ ചൂടായി വന്നിട്ടുണ്ടെന്ന് നോക്കാം. കൂടുതൽ ചൂടാവാൻ പറ്റില്ല. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ തീ വെക്കേണ്ടത്. ഇനി ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് നമ്മളെ പൈനാപ്പിൾ ഗ്രില്ലാക്കിയത് വെച്ച് കൊടുക്കാം. പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്ര ടേസ്റ്റാണ്. പൈനാപ്പിളിൻ്റെ ആ പുളിയും മധുരവും മുളക് പൊടിൻ്റെ ഒക്കെ എരിവും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പൈനാപ്പിൾ അങ്ങനെ കഴിക്കുന്നതിലേറെ ഏറ്റവും ടേസ്റ്റ് ഇങ്ങനെയാണ്. ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഇതിപ്പോൾ ഒരു ഭാഗം അത്യാവശ്യമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സ്റ്റിക്കിലതുകൊണ്ട് തിരിച്ചിട്ട് കൊടുക്കാൻ നല്ല സുഖമാണ്. അത് പിടിച്ചിട്ടൊന്ന് മറിച്ച് വെച്ച് കൊടുത്താൽ മതി. ഇതെല്ലാം ഞാനൊന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിവശം നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, ഇതുപോലെ ഇരിക്കും. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ട്. ഇനി പൈനാപ്പിൾ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടാണ്. നല്ലൊരു അടിപൊളി ഡിഷാണ്.
വെറുതെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. താങ്ക് യു.